ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കാലിക്കടവ് മേഖലയിൽ നിർമ്മിച്ച സർവീസ് റോഡുകളുടെ അശാസ്ത്രീയത നിർമ്മാണം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിന്റെ വീതിക്കുറവും നിർമ്മാണത്തിലെ അപാകതകളും കാരണം അപകടങ്ങൾ പതിവാകുന്നതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. സർവീസ് റോഡുകളിൽ ഇരുവശത്തേക്കുമുള്ള ഗതാഗതത്തിന് ഉപയോഗിക്കാമെന്ന് അധികൃതർ പറയുമ്പോഴും റോഡിന്റെ വീതി കുറവ് കാലിക്കടവിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. റോഡിന്റെ നിരപ്പില്ലായ്മയും വലിയ കുഴികളും യാത്രയ്ക്ക് ഭീഷണിയാണ്. കാലിക്കടവിനും ആണൂരിനും ഇടയിൽ സർവീസ് റോഡും ദേശീയപാതയും കൂടിച്ചേരുന്ന ഭാഗത്ത് കൃത്യമായ ആസൂത്രണം ഇല്ലാതെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിർമ്മാണ കമ്പനി സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇതും അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നുണ്ട്. സർവീസ് റോഡുകൾ കുറെ കൂടി ഫലപ്രദമായിട്ട് നിശ്ചയിച്ച പ്രകാരം വീതിയിൽ തന്നെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര ഇടപെടൽ ദേശീയപാത അതോറിറ്റി നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കത്തക്ക രീതിയിലേക്കുള്ള അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തി എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലേക്കുള്ള സർവീസ് റോഡും അതിൻ്റെ ഭാഗമായിട്ട് പ്രധാന റോഡും മെച്ചപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തണമെന്നാണ് ഇത് സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കാനുള്ളത്. ജനങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ വൈഡക്ട് നിർമ്മിച്ചിരുന്നുവെങ്കിൽ സർവീസ് റോഡിന്റെ വീതി കുറവിന് ഒരു പരിധിവരെ പരിഹാരമാകുമായിരുന്നു. ഈ നിർദ്ദേശം അവഗണിച്ചതും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമാണ്. സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ ടിപ്പർ ലോറി ഇടിച്ച് വയോധികൻ മരിച്ചതോടുകൂടി പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. ദേശീയപാത പൂർണ്ണതോതിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമ്പോൾ അപകട സാധ്യത കൂടുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കാസർഗോഡ്.